ഹായ് ഹലോ. ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ ചെമ്പനീർ പൂവിൽ സച്ചിയും രേവതിയും നല്ല പ്രണയ നിമിഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു സന്തോഷ നിമിഷത്തിലാണ് സച്ചി രേവതി. അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിയുടെ അമ്മയും പിന്നെ മകനും ആ ഒരു ബസ്സിൽ കയറുന്നത്. പക്ഷേ ഇത് സച്ചിക്ക് രേവതിക്ക് അറിയത്തില്ല. ആദ്യക്കുട്ടനെ രേവതി മടിയിലിരുത്തുകയും അങ്ങനെ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ആദിക്ക് വേറെ അച്ഛനും അമ്മയൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം അമ്മ പറയുന്നത്. ഇതെല്ലാം കേട്ടിട്ട് സച്ചി ഇത് ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ആദ്യം ഫോട്ടോ എടുക്കണം, രേവതി ചേച്ചിയുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയുകയും അങ്ങനെ സച്ചി ഫോട്ടോ നമ്മുടെ ആദ്യക്കുട്ടൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുകയാണ്. ഈ സമയത്താണ് സച്ചി അമ്മയുടെ മുഖം ശ്രദ്ധിച്ചത്. എന്തോ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് മകളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ആ ഒരു മകനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടു, കല്യാണം ഉറപ്പിച്ചു, ഞങ്ങളോട് വന്ന് പറഞ്ഞു. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. പിന്നെ ഞങ്ങൾ അവളുടെ ഇഷ്ടമായത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ചോദിക്കാനും പോയിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോൾ അവൾക്ക് ഈ വിശ്വാസത്തിലും ഈ ഒരു ആചാരത്തിലൊന്നും വിശ്വാസമില്ല. അതിൻ്റെ ചെറിയ ചെറിയ ടെൻഷനും കാര്യങ്ങളും എനിക്കുണ്ട് എന്നൊക്കെ പറയുകയും പിന്നെ അവർ സന്തോഷത്തോടെ ഇത് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് രേവതി പറയുന്നത്, എൻ്റെ ഫോട്ടോയേക്കാളും നീ നിൻ്റെ ആൻറ്റിയുടെ ഫോട്ടോ കാണിച്ചതാ എന്ന് പറയുകയും അങ്ങനെ ആൻറ്റിയുടെ ഫോട്ടോ കാണിക്കാനായിട്ട് ആദ്യം ഫോൺ എടുക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പരം ഫോട്ടോ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ സച്ചിയുടെ ഫോണിൽ എല്ലാവരുടെയും ഒരു സെൽഫി ഫോട്ടോ എടുക്കുവാണ്. അങ്ങനെ സ്ഥലം എത്തിയപ്പോഴത്തേക്കും അവരങ്ങ് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ആദ്യം മുത്തശ്ശിയും ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് നല്ല ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛമ്മ വിളിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുകയും ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ ഒരുപാട് സന്തോഷത്തോടെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും അറിയാതെ തൻ്റെ അച്ഛൻ വലിയൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടിയിരിക്കുന്നു എന്ന് പോലും അറിയാതെ സച്ചി നിൽക്കുവാണ്. കാരണം വർഷ ആ ഒരു അത്യാവശ്യമായിട്ട് ഡബിങ് സ്റ്റുഡിയോയിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ധൃതിയിൽ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടെ നിൽക്കുകയും അവരെ ഇടിച്ചിടുവാണ്. പക്ഷേ വർഷ ആ ഒരു സ്ത്രീയെ ഇടിച്ചിട്ടതിന് ശേഷം തിരിഞ്ഞു പോലും നോക്കാതെ അവരെ ഒരുപാട് ചീത്ത വിളിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോവാണ്. ഈ സമയത്താണ് ശ്രീകാന്ത് ബൈക്കും കൊണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു അപകടം ശ്രീകാന്ത് കാണുകയും പെട്ടെന്ന് വർഷ പോകുന്നതും കണ്ടു. അപ്പോൾ ആ ഒരു സ്ത്രീയെ ഇങ്ങനെ പൊക്കി എടുത്ത് രക്ഷിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത് അവൾ മനഃപൂർവ്വം അവൾ ഇടിച്ചതിന് ശേഷം എന്താണെന്ന് പോലും ചോദിക്കാതെ അങ്ങ് വണ്ടി എടുത്തുകൊണ്ട് പോയി. ഇത് കേട്ട ഉടനെ തന്നെ ശ്രീക്ക് ഭയങ്കര ദേഷ്യം വന്നു. ശ്രീ വണ്ടി എടുത്തുകൊണ്ട് വർഷയെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ അവസാനം വർഷയുടെ വണ്ടിയുടെ മുന്നിൽ ശ്രീ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ വർഷ ഈ മുഖമെല്ലാം ഇങ്ങനെ ചുറ്റിക്കെട്ടി നിൽക്കുന്നത് കണ്ടിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, നീ ആരാ, ധൈര്യം ഉണ്ടെങ്കിൽ നീ മുഖം കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സ്കാർഫൊക്കെ എടുത്ത് മാറ്റി മുഖം കാണുന്നുണ്ട്. അപ്പോൾ വർഷയെ കണ്ടപ്പോൾ തന്നെ ശ്രീകാന്തിന് ഭയങ്കര ഒരു ആശ്ചര്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ വർഷ വിചാരിച്ചത് തൻ്റെ സൗന്ദര്യത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് മുഴുകി നിൽക്കുവാണ്. ഇതേപോലത്തെ ഒരു സൗന്ദര്യമുള്ള പെൺകുട്ടികളെ കാണുമ്പോഴത്തേക്കും സാധാരണ ആൺകുട്ടികളെ ഇങ്ങനെ പിന്നാലെ നടക്കുകയും പിന്നെ വണ്ടി കൊണ്ട് നിർത്തുകയും ദേഷ്യപ്പെടുകയും പിന്നെ അവസാനം കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് സോറി പറയുകയും പിന്നെ നമ്പർ ചോദിക്കുകയും അങ്ങനെ പൂവാലന്മാരായിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് സ്ഥിരമാണ് എന്നൊക്കെ പറഞ്ഞ് സ്ത്രീയെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് സ്ത്രീ പറയുവാണ്, നീ സുന്ദരിയൊന്നുമല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ നിന്നെ പിടിച്ചു നിർത്താൻ കാരണം നീ ആ സ്ത്രീയെ ഇടിച്ചിട്ടതിന് ശേഷം നീ തിരിഞ്ഞു പോലും നോക്കിയില്ല. അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ അവരെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയുകയും അങ്ങനെ വർഷം പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് വണ്ടി എടുത്ത് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ സ്ത്രീ ഉടനെ ചെന്ന് ആ ഒരു വണ്ടിയുടെ താക്കോലൊക്കെ പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം ദേഷ്യത്തോടെ, നീ എന്തായാലും ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയതിന് ശേഷം നീ പോയാൽ മതി എന്ന് പറഞ്ഞ് സ്ത്രീ ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആ വഴിയിൽ വെച്ചിട്ട് അവർ ചെറിയൊരു തർക്കങ്ങളും വഴക്കുകളും അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു തർക്കങ്ങളും വഴക്കുകളും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ ഒരു ആക്സിഡന്റ് സമയത്ത് ഉണ്ടായിരുന്ന രണ്ടുപേര് ബൈക്കിൽ വന്നിട്ട് ആ ഒരു സ്ത്രീയെ ഹോസ്പിറ്റലിൽ എടുത്തോണ്ട് പോയെന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വർഷ ഒരുപാട് ദേഷ്യപ്പെട്ട് ചീത്ത വിളിച്ചതിന് ശേഷം അവരെ എടുത്തോണ്ട് പോവാണ്. അപ്പം ഇത് കണ്ടിട്ട് തന്നെ വർഷയ്ക്ക് നല്ല ദേഷ്യം വന്നു. ഇതിൻ്റെ കൂടെ സ്ത്രീ പറയുവാണ്, എന്തായാലും നീ പോവല്ലേ, അപ്പോൾ ആ ഒരു ഹോസ്പിറ്റൽ ചെലവിനുള്ള പൈസ തന്നിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞ് അവസാനം
വർഷ ദേഷ്യത്തോടെ ആ ഒരു 1000 രൂപ എടുത്തു കൊടുക്കുകയും എന്നിട്ട് ഈ ഒരു താക്കോല് കൊടുത്തതിന് ശേഷം ശ്രീ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. പക്ഷെ തൻ്റെ സമയം കളഞ്ഞതിന് ഭയങ്കര ദേഷ്യത്തിൽ നിന്ന് വർഷ ആ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ ആ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ദേഷ്യത്തോടെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ ചെന്ന സമയത്ത് വർഷയുടെ അമ്മയും അച്ഛനും അവിടെ മധുസൂദനനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ നീ ഇത്ര പെട്ടെന്ന് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് വർഷ ഇങ്ങനെ പറയുന്നത്, എന്നെ ഒരാൾ വണ്ടിയിൽ ഞാൻ ഒരാളെ വണ്ടി ഇടിച്ചു, അവർ മനഃപൂർവ്വം കാണിച്ചതാണ്, അങ്ങനെ അവരുടെ ഭാഗത്തെ മിസ്റ്റേക്കാണ്, അങ്ങനെ ഞാൻ വണ്ടി ഇടിച്ചു, ഞാൻ എന്നിട്ട് ധൃതിയിൽ ഞാൻ അങ്ങ് വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങ് തിരിച്ചു പോയി. പക്ഷേ വേറൊരാൾ വന്നിട്ട് എൻ്റെ വണ്ടി പിടിച്ച് നിർത്തിയതിന് ശേഷം എൻ്റെ ഒരുപാട് ദേഷ്യപ്പെട്ടു, എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചു. അത് മാത്രമല്ല മറ്റുള്ളവരെല്ലാവരും എൻ്റെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തി. അതുകൊണ്ട് അവനൊരു പണി കൊടുത്തേ പറ്റത്തുള്ളൂ, അവൻ എൻ്റെ കാലിൽ വന്ന് മാപ്പ് ചോദിക്കണം. അപ്പോൾ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ വണ്ടിയുടെ നമ്പർ എടുത്ത് അച്ഛൻ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടെ വർഷം അങ്ങ് കയറി പോവാണ്. അപ്പോൾ ഇത് ആരാണെന്ന് കണ്ടുപിടിക്കണം. എന്തായാലും RT ഓഫീസിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും കാണുമല്ലോ, അപ്പോൾ അവരെ വിളിച്ചിട്ട് ഇത് ആരാണെന്ന് അന്വേഷിച്ച് നോക്കാനായിട്ട് മധുസൂദനോട് പറയുകയും അയാൾ RT ഓഫീസിൽ തൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിക്കുമ്പോഴാണ് സച്ചിയുടെ ബൈക്കാണ്, സച്ചിയുടെ പേരിലാണ് ഈ ബൈക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും സച്ചിയുടെ അച്ഛൻ്റെ പേരൊക്കെ തനിക്കറിയാം. അപ്പോൾ പിന്നെ മനസ്സിലായി. അങ്ങനെ ആ സമയത്താണ് മധുസൂദനൻ പറയുന്നത്, ഭാര്യയോട് പറയുന്നത്, നേരത്തെ പെൻഷൻ്റെ കാര്യം നമ്മൾ പെൻഷൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അയാളോട് നമ്മൾ കാലിൽ വീണ് മാപ്പ് ചോദിക്കാൻ പറഞ്ഞതുകൊണ്ട് സച്ചിയെ വിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ സച്ചിയെ വിട്ട് ഇത് പ്രതികാരം ചെയ്തതാണ് എന്ന് മധുസൂദനൻ പറയുന്നുണ്ട്. എന്തായാലും രവീന്ദ്രനെ വിളിച്ചിട്ട് ഞാൻ പണി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രവീന്ദ്രനെ വിളിച്ചു വരുത്തുവാണ്. പക്ഷെ രവീന്ദ്രൻ വിചാരിച്ചത് മധുസൂദനൻ വിളിക്കുമ്പോൾ തൻ്റെ പെൻഷൻ ശരിയാക്കി എന്ന സന്തോഷ വാർത്ത പറയാനായിരിക്കും എന്നാണ് നമ്മുടെ രവീന്ദ്രൻ വിളിച്ചത്. അങ്ങനെ രവീന്ദ്രൻ ഓടി നമ്മുടെ ചന്ദ്രമതിയോട് കാര്യങ്ങളൊക്കെ പറയുകയും അങ്ങനെ സന്തോഷത്തോടെ വീട്ടിൽ വന്നപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നിന്റെ മകനാണ് ഇതെല്ലാം ചെയ്തത് എന്ന്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് ഒരിക്കലുമില്ല, കാരണം എൻ്റെ മകൻ്റെ ബൈക്കാണ് ശരിയാണ്, പക്ഷേ അവൻ ഇവിടെ ഇല്ല, അവൻ അച്ഛമ്മയുടെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്, അതുകൊണ്ട് അവൻ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് രവീന്ദ്രൻ വാദിക്കുന്നുണ്ടെങ്കിലും അയാൾ ഇതൊന്നും കേൾക്കാൻ വേണ്ടി കൂട്ടാക്കിയില്ല. എന്തായാലും എൻ്റെ മകളോട് ചെയ്ത തെറ്റിന് ഇപ്പം ഏത് മകനാണെങ്കിലും, നിങ്ങളെ സച്ചിയാണെങ്കിലും ബാക്കി 2 മക്കളിൽ ആരാണെങ്കിലും പോലും എൻ്റെ മകളോട് വന്ന് കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയും ചെയ്യണം. നിങ്ങളും എൻ്റെ നിങ്ങളുടെ മോനായിട്ടുള്ള സച്ചിയും എൻ്റെ ഭർത്താവിൻ്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചാൽ മാത്രമേ ഞങ്ങൾ പെൻഷൻ സാങ്ഷൻ ആക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് രവീന്ദ്രൻ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് നിങ്ങളെ പൈസയൊന്നും ആവശ്യമില്ല, നിങ്ങളെ ഔദാര്യവുമല്ല, എൻ്റെ പൈസ എങ്ങനെ വാങ്ങിച്ചെടുക്കണം എന്ന് എനിക്കറിയാം, ഞാൻ എന്തായാലും കോടതിയിൽ കേസ് കൊടുക്കും, നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ അധികാരം ഉപയോഗിച്ച് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, പക്ഷേ എൻ്റെ പൈസ ഞാൻ നേടിയെടുക്കും എന്ന് ഭയങ്കര വെല്ലുവിളിച്ചുകൊണ്ടാണ് നമ്മൾ രവീന്ദ്രൻ ഇറങ്ങി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? വലിയൊരു പോരാട്ടത്തിലാണ് രവീന്ദ്രൻ നിൽക്കുന്നത്. തൻ്റെ ആ ഒരു പെൻഷൻ്റെ പൈസ ശരിയാക്കാൻ വേണ്ടിയിട്ട് രവീന്ദ്രൻ പോകുന്ന സമയത്താണ് ഇങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങൾ നടക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും സച്ചിയുടെയും രവിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇനി എന്തൊക്കെ സംഭവങ്ങൾ നടക്കുമെന്ന് നമുക്ക് വരുന്നാൾ കണ്ടറിയാതൊരിക്കും. ടാറ്റാ ബൈ.